Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാംഫർ സിലിണ്ടറിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ജസ്റ്റ് ഒരു സിലിണ്ടർ കാണാം. ആ സിലിണ്ടർ എടുത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് ആ ഹൈറ്റ് വരച്ചു കൊടുത്തു. അതിന് മോഡിഫൈയിൽ റേഡിയസ്, ഹൈറ്റ് സെഗ്മെൻറ്റ്, ക്യാപ് സെഗ്മെൻറ്റ്, സൈഡ്സ്. എന്നാൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന് തൊട്ട് താഴെ എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സിൽ ചാംഫർ സിലിണ്ടർ എന്ന ഓപ്ഷൻ ഉണ്ട്. ചാംഫർ സിലിണ്ടർ ഇതേപോലെ ജസ്റ്റ് ഒരു സർക്കിൾ ആദ്യം വരച്ചു കൊടുത്തു. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുത്തു. ഇപ്പോൾ കണ്ടോ, ഹൈറ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ ഹൈറ്റ് മാറുന്നത് കാണും. ഹൈറ്റ് വരച്ചു കൊടുത്തു. അതിനുശേഷം ഇവിടെ ഫില്ലറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റിൽ നമുക്ക് വാല്യൂ ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഫില്ലറ്റ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുക റേഡിയസിൻ്റെ ഈ ഒരു വാല്യൂ വരെ മാത്രമാണ്. നമുക്ക് സൂം ചെയ്തിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് സൂം എക്സ്റ്റെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ചാംഫർ സിലിണ്ടർ ഓപ്ഷൻ യൂസ് ചെയ്ത് വരച്ച സിലിണ്ടർ. അതിൽ ഞാൻ ഫില്ലറ്റിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യണം. കണ്ടാ, നന്നായി ഇൻക്രീസ് ചെയ്ത് മാക്സിമം നമുക്ക് 11.145 വരെ ആക്കാൻ പറ്റുമല്ലോ. കണ്ടാ, ഇപ്പോൾ ഫില്ലറ്റ് എന്ന ഓപ്ഷനും റേഡിയസ് എന്ന ഓപ്ഷനും ഈക്വൽ ആണ്. അപ്പോൾ കണ്ട മാക്സിമം ആ കോർണർ പോയിന്റിലേക്ക് എത്തി. ഇനി നമ്മളിപ്പോൾ റേഡിയസ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ടോപ്പിൽ നിന്ന് ഈ കോർണർ ഷേപ്പ് പോയി കിട്ടും. അവിടെ ഒരു ചെറിയ ഒരു സർക്കിൾ സർഫസ് ക്രിയേറ്റ് ആവുന്ന കാണാം. കണ്ടോ, അപ്പോൾ നമുക്ക് ഇനി ഹൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് ആഡ് ചെയ്യാം, ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഫില്ലറ്റ് ചെയ്യണമെങ്കിൽ ഫില്ലറ്റ് ചെയ്യാം. പിന്നെ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് സെഗ്മെന്റ് ഉണ്ടാകും. ഈ വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാത്തത് നമ്മൾ ഡീഫോൾട്ട് ഷെയ്ഡിങ് ആയതുകൊണ്ടാണ്. ഡീഫോൾട്ട് ഷെയ്ഡിങ് മാറി അവിടെ എഡ്ജ് ഫേസിലും കൂടി ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഇനി ഹൈറ്റ് സെഗ്മെന്റ് കുറയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് കുറയ്ക്കാനും പറ്റും. ഇനി ഫില്ലറ്റ് സെഗ്മെന്റ് കണ്ട, ഫില്ലറ്റ് സെഗ്മെന്റ് ഇടുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റും. ഫില്ലറ്റ് സെഗ്മെന്റ് കുറയ്ക്കുമ്പോൾ കണ്ട ആ ഷേപ്പ് കണ്ട അത്ര സ്മൂത്ത് അല്ല. ഫില്ലറ്റ് സെഗ്മെന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഫില്ലറ്റ് ചെയ്ത പോർഷൻ അടക്കം കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ആ കർവ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി സൈഡിൽ സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈഡിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. കണ്ട, സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈഡ് സെഗ്മെന്റ്, ഇനി സൈഡ് സെഗ്മെന്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഏറ്റവും കുറവ് സൈഡ് സെഗ്മെന്റ് 3 ആണ്. ഏറ്റവും മാക്സിമം 200. കണ്ട, അപ്പൊ നമ്മൾ ഇത്ര 6 കുറച്ചുകൂടി കൊടുക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടും. പിന്നെ ക്യാപ് സെഗ്മെന്റ് പറഞ്ഞാൽ ഈ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ക്യാപ് സെഗ്മെന്റ്. അവിടെ ഇൻക്രീസ് ചെയ്യാൻ കേട്ടോ. കണ്ട, ഇവിടെ കണ്ട സർക്കിൾ ഷേപ്പിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത്, അതാണ് ക്യാപ് സെഗ്മെന്റ്. ഇനി നമുക്ക് ഇവിടെ ഓൾറെഡി സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഫേസ് ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കും. ഓൾറെഡി സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ വരച്ചുള്ള ഷേപ്പ്. ഞാൻ സ്മൂത്ത് ഓഫ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ട നമുക്ക് ഈ ഫേസ് ഒക്കെ സൈഡുകളൊക്കെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാം. സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ കണ്ട സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സ്ലൈസ് ചെയ്യണമെങ്കിൽ, അതായത് മുറിക്കണമെങ്കിൽ ജസ്റ്റ് സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നാണ് മുറിക്കേണ്ടത്. കണ്ട എത്ര ഡിഗ്രിയിലാണോ, അതായത് ഇപ്പോൾ 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യണമെങ്കിൽ 90 അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ട 90 കറക്റ്റ് ക്വാർട്ടർ ഷേപ്പിൽ മുറിഞ്ഞ് കാണാം. ഇനി 180 ഡിഗ്രി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പകുതി ഷേപ്പ് കിട്ടും. കണ്ടോ, എത്ര ഡിഗ്രിയിലാണോ മുറിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ സ്ലൈസ് ഫ്രം ആൻഡ് സ്ലൈസ് ടു ഏത് വരെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ സ്ലൈസ് ചെയ്യണമെങ്കിൽ സ്ലൈസ് ഫ്രമും സ്ലൈസ് ടു കൂടി ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അഥവാ എസ്കേപ്പ് ചെയ്തതിനു ശേഷം നമുക്കൊരു വരച്ച ഒബ്ജക്റ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കൺ റൈറ്റ് സൈഡിൽ മോഡിഫൈ എന്ന ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈയിൽ നമ്മൾ സെലക്ട് ചെയ്ത ചാംഫർ സിലിണ്ടർ കാണാം. അവിടെ നിന്ന് പാരാമീറ്റേഴ്സിന് റേഡിയസ്, ഹൈറ്റ്, ഹൈറ്റ് സെഗ്മെന്റ്, സ്ലൈഡ്സ്, ക്യാപ് സെഗ്മെന്റ് ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് സ്മൂത്ത്, സ്ലൈസ് ഓൺ ഒക്കെ നമുക്ക് വരയ്ക്കുന്നതിൻ്റെ ഒപ്പം എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ പ്ലസ് ഐക്കൺ തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ബാക്കി നെക്സ്റ്റ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.